ആരെ കൊല്ലാൻ ഇറങ്ങിയതാ മാഷേ? നിന്റെ അച്ഛനെ. അത് വളരെ നല്ല കാര്യം. നേരെ വീട്ടിലേക്ക് ചെന്നാ മതി. ഉമ്മറത്ത് ചാരുകസേലിതാ ഇങ്ങനെ കിടപ്പുണ്ട്. നിന്നെ ഒരുത്തം കെട്ടിയെടുക്കാൻ വന്നിട്ട് എന്തായി? കച്ചവടം ഉറപ്പിച്ചോ? എവിടെ? വന്നു, കണ്ടു. 5 മിനിറ്റ് ഞങ്ങൾ സ്വകാര്യമായി സംസാരിക്കുന്നു. അവര് വന്ന സ്പീഡിൽ സ്ഥലം വിടുന്നു. അതെന്ത് വിദ്യ? 5 മിനിറ്റിനുള്ളിൽ വാതിൽ കുറ്റിയിട്ടിട്ട് ചോദിച്ചു, തനിക്ക് എന്നെ കെട്ടണോടോന്ന്. അത്രയും പോരെ? എന്തേ? ഇപ്പോ എങ്ങോട്ടാ? ബാക്ക് ടു മൈ ഫേവറേറ്റ് ഹോസ്റ്റൽ റൂം. ആ മുറിയോടും ആ ക്യാമ്പസിനോടുള്ള പ്രേമം കൊണ്ട് ഇതിപ്പോ 3ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷനാ. MSc ഫിസിക്സ്, മാത്സ്, ഇപ്പൊ കെമിസ്ട്രി. ഇതും കഴിഞ്ഞാൽ അറിയില്ല. കൊള്ളാവുന്ന ആണൊരുത്തം വിളിച്ചാ കൂടെ പോവും. ഏത് നരകത്തിലേക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോവും. ഈ ഭൂമി വളരെ വിശാലായിട്ട് കിടക്കല്ലേ. എന്നാ വിട്ടോ മോനെ ദിനേശ. ഇയാൾക്ക് എന്നെ കെട്ടാമോ മിസ്റ്റർ ഇന്ദുചൂടൻ? എന്താ? അല്ല, ഈ ജീപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണോ ചോദിച്ചതാ. ഇതിൽ രണ്ടും പോവും. ഇനി നിന്നെ പഠിപ്പിക്കേണ്ട കോഴ്സ് എന്താണെന്ന് എനിക്കറിയാമടി കുഞ്ചുണ്ണൂലി. എന്താടോ പെൺകുട്ടികളെ വഴി തടഞ്ഞു വെച്ചൊരു സംസാരം? അഭ്യാസം അതിന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ അനന്തരവള അവള്, അറിയോ എനിക്ക്? ഓഹോ, അപ്പൊ താങ്കളാണോ അതിന്റെ മാമ? എന്തു പറഞ്ഞു? താങ്കളാണോ ആ കുട്ടിയുടെ അമ്മാവൻ? അങ്കിൾ, മാതുലൻ, മാമ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ തീർത്തു തരാം. എങ്കിൽ നന്നായി. ഞങ്ങൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടും കൺഫ്യൂഷൻ തീരുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് മുങ്ങി എവിടെയെങ്കിലും പോയി ഒന്ന് ജോളിയാക്കാൻ തീരുമാനിച്ചേ. അതിപ്പോൾ എവിടെ വേണമെന്നാ? ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് നീരിളക്കത്തിൻ്റെ കംപ്ലൈൻറ്റാ. ക്ലൈമറ്റ് പിടിക്കില്ല. ആ കുട്ടിക്ക് ഇഷ്ടം ഗുരുവായൂരാണത്രേ. അവിടെ ആകുമ്പോൾ റെയ്ഡ് ഉണ്ടാവില്ലെന്നാ ആ കുട്ടി പറയണേ. ഞാനിപ്പോൾ ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചു. എവിടെ പോയാലും അങ്കിളിനെയും കൂട്ടാം. പോലീസുകാർ വല്ലതും വന്നാൽ പറയാമല്ലോ ആ കുട്ടിയുടെ മാമയാണെന്ന്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. എന്നാ പോട്ടെ കല്ലട്ടി വാസുദേവ മോനെ. What happened? നത്തിങ്. ഞാനൊരു കാര്യം ചോദിക്കാൻ പറ്റേ. ഈ വണ്ടി എങ്ങനെ, പെട്രോളോ ഡീസലോ? ഇതിൽ രണ്ടും പോവില്ല, ഒന്നേ പോവൂ, പെട്രോൾ. നീ പോയ ഉടനെ നിന്റെ മാമ അങ്കിൾ വാസുദേവൻ വണ്ടി കൊണ്ട് ചവിട്ടിയിട്ട് എന്നോട് കോർക്കാൻ വന്നു. എന്തിന്? ഞാൻ നിന്നോട് മിണ്ടിയതിന്. He's a crack. എന്നിട്ട് എന്തു പറഞ്ഞു? ഞാൻ നിന്നെ കെട്ടാൻ പോവാന്ന് പറഞ്ഞു. Really? ഏയ് ചുമ്മാ പറഞ്ഞല്ലേ, ഒന്ന് എരി കയറ്റാൻ. എന്നാ വിട്ടോ. വേറൊന്നും പറയാനില്ല. വേറെന്ത് പറയാൻ? ഓ ദിനേശ. ഏയ് അനുധാരെ, ഏതെങ്കിലും ഒരു ആൺകുട്ടി വന്ന് വിളിച്ച ഉടനെ കൂടെ ഇറങ്ങിപ്പോവാൻ നിൽക്കണ്ട. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്താൽ? എൻ്റെ ചെറിയ മാമ ഒരാളുണ്ട്, കെട്ടിയിട്ടില്ല. ആള് നല്ല ഹാൻഡ്സം ആണ്, നല്ല ക്യാഷും ഉണ്ട്. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പട്ടി നിന്റെ അച്ഛൻ. എടോ, തൻ്റെ തലയ്ക്ക് വെളിവില്ലാതെ പോയോ? ഇങ്ങനൊരു ബുദ്ധിമോശം എന്തിനാ മണപ്പള്ളി പൗത്രനോട് മാത്രമാക്കിയത്? ഒരു മയക്ക് വെച്ച് കെട്ടി അങ്ങാടി ചെന്ന് വിളിച്ചു പറയാറില്ലേ തനിക്ക്? കിഴങ്ങൻ. വെറുതെ അദ്ദേഹത്തെ വഴക്ക് പറയണ്ട. വീട് ഒഴിപ്പിക്കാൻ പോലീസുമായിട്ട് വന്നതായിരുന്നു പവിത്രൻ. ചട്ടിയും കലവും തുണിയും മണിയായിട്ട് ഞാൻ തെരുവിലായനെ. പിന്നെ ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴാ അയാൾ തിരിച്ചു പോയത്. അതെന്താ, സദ്ബുദ്ധി തോന്നിട്ട് പോയതാന്നാ കരുതണേ? ചതിക്കാനാ.
നാട് മുഴുവൻ അറിയിച്ച് നാറ്റിക്കാൻ അവസരം കാത്ത് നടക്കുക പവിത്രൻ. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. നാണം കെടുത്താതെ വിട്ടല്ലോ, അത് അയാൾ ചെയ്ത വലിയ കാര്യം തന്നെയാ. എന്നാ അങ്ങോട്ട് ഇല്ലേ, ഇനിയുള്ള കാലം അയാള് പോറ്റിക്കൊള്ളും. അങ്ങനെ വീട് വിട്ട് ഇറങ്ങിയ എവിടേക്കാ പോണ്ടെന്ന് എനിക്കിപ്പോ നിശ്ചയുണ്ട്. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പലവട്ടം ഒരുങ്ങിയതാ. കുട്ടി പതുക്കെ, ഇന്ത് ചൂടനകത്തുണ്ട്. വയ്യ, പതുങ്ങി പതുങ്ങി കുറെ ആയി കഴിയണു. കണ്ടവരോടൊക്കെ എരുന്നും തെണ്ടിയും ഞാൻ എന്റെ അമ്മയെ ചികിത്സിച്ചു. അന്ന് ഒരാളും ഉണ്ടായിരുന്നില്ല, അതിലൊന്നും സങ്കടമില്ലായിരുന്നു. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തൊണാന്ന് കരുതി ഞാൻ സമാധാനിച്ചു. ഇനിയുള്ള കാലം അത് വേണ്ടല്ലോ. എന്തെങ്കിലും ഒരു തീരുമാനമായ ഇന്നെ അറിയിക്കുക. ഇല്ലാച്ച എനിക്കറിയാം എന്ത് വേണമെന്ന്. അപ്പൊ പിന്നെ ആര് വന്ന് തടഞ്ഞാലും ഇന്ദുലേഖ നിൽക്കില്ല. വരിക. ഓ നിക്കൂട്ടി, കുറച്ച് പണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോയിക്കോളൂ. പിച്ചക്കാശ് വാങ്ങല് നിർത്തി. നീ എനിക്ക് വേണ്ടത് പണമല്ല, ഒരു മേൽവിലാസ, ഒരു ജീവിത. അത് തരാൻ കഴിയുമെന്ന് നോക്കൂ. ആരാ അത്? ആരാ? ഏത്? പോയത് അത് ഷാരടിയാ. രണ്ട് ഷാരടിയോ? ഞാൻ ചോദിച്ചാ പെൺ ഷാരടി ആരാണ്? ഷാരടിയുടെ മോളാവും. നീ ഊണ് കഴിച്ചോ? വരിക. ഞാൻ ഊണ് കഴിച്ചോളാം. ആ മോൾ എന്തിനാ ചെറിയ മാമയോട് ഒരു മേൽവിലാസവും ജീവിതമൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞത്? മുഖത്ത് നോക്കി സംസാരിക്കേ. മേൽവിലാസോ? അത് ആ കുട്ടിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി, പോസ്റ്റ്മാൻ ആയിട്ടോ? അല്ല, പോസ്റ്റ് വുമൺ ആയിട്ടോ. വുമൺ. അപ്പൊ കുട്ടി പറയാ, ഇനിയുള്ള ജീവിതം പലരുടെയും മേൽവിലാസം തിരക്കുള്ളതാണല്ലോ, സ്വന്തം ജീവിതത്തിന് അങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാകുമല്ലോ എന്ന്. സാഹിത്യം മേടിക്കുക വരിക. ആ കുട്ടിയാര്? മാധവി കുട്ടിയോ അതോ കടത്തനാട്ട് മാധവി അമ്മയോ ഇങ്ങനെ സാഹിത്യ ഭാഷയിൽ മൊഴിയാൻ? സത്യം പറ, ചെറിയ മമ്മയുടെ മോളല്ലേ അത്? ആ എൻ്റെ മോളാ. നിനക്കെന്ത് വേണം? കുറുപ്പന്തോടത്തെ രമണി. അതേടാ, കുറുപ്പന്തോടത്ത് രമണിയിൽ എനിക്കുണ്ടായ മകളായത്. കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറ മോനെ ദിനേശ. അല്ല ചെറിയ മാമേ, അതൊരു കഥയാണ്. നീ ഇരിക്കേ, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ചെറിയ മാമേ, ചെറിയ മാമേ, ചെറിയ മാമ, ചെറിയ മാമ, എന്താടാ ഇത്? നാണമില്ലേ രണ്ടിനും ഇങ്ങനെ കുട്ടികളി കളിക്കാൻ? അമ്മേ, ചെറിയ മാമയ്ക്ക് ഒരു മോഹത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. ഓപ്പോൾ എന്റെ വിരല് കടിച്ചു മുറിച്ചു. നിർത്തടാ. ഞാൻ ദേ ഡോക്ടർ മാലതയെ കണ്ട് BP ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. നിന്നെ ഒന്ന് കാണാൻ. നീ അങ്ങോട്ടില്ലെന്ന് തന്നെയാ? ഇതാ അമ്മേ സുഖം. ഇവിടെ ആകുമ്പോ ഒരു മനസമാധാനം ഉണ്ട്. എനിക്ക് ഒട്ടുമില്ല. അതൊരു പോക്കൃത്തരങ്ങൾ കാണിക്കുമ്പോ ആലോചിക്കണം. മേൽവിലാസം പോസ്റ്റ്മാൻ. രാമനായരെ അതൊന്ന് എടുത്തു വെച്ചോളൂ. കുറച്ച് പച്ചക്കറിയാ. നിനക്ക് രാമനായരെ മനസ്സിലായില്ലേ? അച്ഛന്റെ കൂടെ പണ്ടുണ്ടായിരുന്നില്ലേ ക്ലാർക്കായിട്ട്? ഈ പുറത്ത് കുറെ ആന കളിച്ചതാണ്. ഓർമ്മയുണ്ട്. സാറ് നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് പോന്നു. ഇനി സാറ് പോകാൻ പറയണവരെ ഇവിടെ തന്നെ അങ്ങ് കൂടാന്ന് കരുതിയിരിക്ക. വേഗം ആവട്ടെ. ഓ, നിനക്കൊരു പ്രപ്പോസലും കൊണ്ടായിരുന്നു രാമനായരുടെ വരവ്. നല്ല കൂട്ടരാ, മണ്ണാർക്കാട്. കുട്ടി ലോ ഗ്രാജുവേറ്റാ. അമ്മേ, നമ്മുടെ ചെറിയ മാമയ്ക്ക് ഒരു മോളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പെണ്ണന്വേഷിച്ച് പുറത്തു പോകേണ്ടി വരുമായിരുന്നു. അതിനവന് നല്ല ബുദ്ധി തോന്നിയില്ലല്ലോ വേണ്ട കാലത്ത്. അല്ല അമ്മ, ഒന്ന് ഇമാജിൻ ചെയ്യ്, ഒരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ മുറപ്പെണ്ണല്ലേ അത്? അച്ചു, നീ എന്റെ മേടിക്കും. കുറെ നേരമായി തുടങ്ങിയിട്ട്. അച്ചു, ഞങ്ങളതങ്ങ് നടത്തി. നമ്മുടെ വായനശാലയുടെ മുന്നിലുള്ള ഗാന്ധി പ്രതിമയുടെ മുന്നിൽ വെച്ച് സമംഗളം. എന്താ എന്നെ അറിയിക്കാത്ത? ഞാനാ വേണ്ടെന്ന് പറഞ്ഞേ. ഇവന്റെ ഏട്ടനും കൂട്ടിന് എന്തെങ്കിലും കുഴപ്പമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു. അച്ചുവേട്ടൻ ഇല്ലാതിരിക്കാൻ നല്ലതെന്ന് തോന്നി. മേനോൻ സാർ നാട്ടിലുള്ളതല്ലേ, പ്രശ്നം എന്ത് തന്നെയായാലും പേര് അച്ചേട്ടൻ്റെതല്ലേ വീഴൂ. അമ്മേ, ഇവരെ ഒന്ന് അനുഗ്രഹിക്കും. നന്നായി വരും കുട്ടികളെ, നന്നായി വരും.